ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യമായി, യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ഇതിനു മുൻപ് ചിന്തിച്ചത്, ബിലെയാം ചെന്ന് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ മോവാബ്യ രാജാവായ ബാലാക്ക് ബിലെയാമിനെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന കാര്യമാണ്. ബിലെയാം നോക്കി, പരന്ന് ദേശമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സമൂഹമായി ഇസ്രായേലിനെ കണ്ടു. ഇസ്രായേൽ ജാതി പടർന്ന് പന്തലിച്ച മനോഹരമായ ഒരു പൂന്തോപ്പ് പോലെ അങ്ങനെ പ്രശോഭിതമായി അവർ കഴിയുകയാണ്. ദൈവജനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ജനമാണ്. എന്നാൽ ബിലെയാം അവരെ കണ്ടപ്പോൾ അവരെ ശപിക്കാനാണ് ബാലാക്ക് പറഞ്ഞതെങ്കിലും ബിലെയാം അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ബിലെയാം പറഞ്ഞു, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പരാകാത്തവനെ ഞാനെങ്ങനെ പരാകും? എനിക്ക് നിർവാഹമില്ല. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരാശയുണ്ട്. അത് ഗൗരവമേറിയ കാര്യമാണ്, എൻ്റെ സ്വന്തം കാര്യമാണ്. ഭക്തന്മാർ മരിക്കുമ്പോൾ എനിക്ക് മരിക്കണം. എനിക്ക് ഒരു ഭക്തൻ മരിക്കും പോലെ മരിക്കണം. ഈ ലോകത്തിലെ ഈ ധനവും ഈ ലോകത്തിലെ പ്രതാപവും ഒക്കെ തീർന്നു പോകുമെന്ന് എനിക്കറിയാം. ബിലെയാമിന് നല്ല സുബോധമുണ്ട്. ഭക്തൻ മരിക്കും പോലെ മരിക്കണമെന്നുള്ളതിൽ ആഗ്രഹമുണ്ട്. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഭക്തൻ്റേതുപോലെ ആകട്ടെ. ഭക്തന്മാർ മരിക്കുമ്പോൾ എനിക്ക് മരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് മാറുകയില്ല. ദൈവം എൻ്റെ നാവിൽ വരച്ച് തന്നതേ ഞാൻ പറയൂ. എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഞാൻ പറയില്ല. ഞാൻ ജനത്തെ ശപിക്കുകയില്ല. ദൈവം ശപിക്കാത്തവനെ ഞാൻ ശപിക്കുകയില്ല. യഹോവ പരാകാത്തവനെ ഞാൻ പരാകുകയില്ല. എനിക്ക് വിഡ്ഢിത്തം സംഭവിക്കുകയില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ ഒരു ഭക്തൻ മരിക്കും പോലെ മരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഭക്തൻ്റെ അവസാനം പോലെ എനിക്കൊരു അവസാനം കിട്ടുകയില്ല. എനിക്കറിയാം, കാര്യമറിയാം. ഇല്ലില്ല, ഞാൻ ശപിക്കുകയില്ല. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ബിലെയാം അങ്ങനെയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ബിലെയാം പറഞ്ഞു, ഈ ജനത്തിന് അനുഗ്രഹം കിട്ടുന്നതിന് കാരണമുണ്ട്, തക്കതായ കാരണമുണ്ട്. വെറുതെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നത്. ദൈവം അവരെ ശപിക്കരുത് എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. അതെന്താണ്? തൊട്ടു മുമ്പുള്ള വാക്യം 9-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന്, ശിലാഗ്രങ്ങളിൽ നിന്ന്, ശൈലത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഗിരികളിൽ നിന്ന്, പർവ്വതങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ഇസ്രായേൽ ജനം പരന്ന് കിടക്കുന്നത് ഞാൻ കാണുന്നു. പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ കാണുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവര് മറ്റ് ജാതികളെ പോലെ അവരുടെ പാപത്തിന് കൂട്ടുകൂടുന്നില്ല. മറ്റ് ജാതികളുടെ ജാതീയ സമ്പ്രദായങ്ങളോട് ചേർന്ന് പോകുന്നില്ല. മറ്റാളുകളെ പോലെ അവർ വിഗ്രഹാരാധികളായി ജീവിക്കുന്നില്ല. അവർ ഒരു വ്യത്യസ്ത സമൂഹമായി നിൽക്കുന്നു. സെപ്പറേറ്റഡ് ജനറേഷൻ. അവർ വ്യത്യസ്ത സമൂഹമായി നിൽക്കുന്നു. ഡിഫറൻഷിയേറ്റഡ് സമൂഹം, ഒരു വ്യത്യസ്തമായ സമൂഹമാണവർ. അവർ വ്യത്യസ്തത പുലർത്തുന്നു. മറ്റുള്ളവരെ പോലെ സംസാരിക്കുന്നില്ല, മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നില്ല, മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നില്ല. അവരിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു സവിശേഷതയുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, പുറജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. മറ്റ് ജാതികൾ ആരാധിക്കുന്നത് പോലെ അവർ വിഗ്രഹാരാധന ചെയ്യുന്നില്ല. മറ്റ് ജാതികളെപ്പോലെ അവരെ പെരുമാറുന്നില്ല. മറ്റ് ജാതികളെപ്പോലെ വക്രതയും സൂത്രവും കൗശലവും അവരിലില്ല. മറ്റ് മനുഷ്യരെ പോലെ അവർ വ്യാജ പ്രസ്താവനകളില്ല. മറ്റ് ജാതികളെപ്പോലെ കാപട്യമില്ല. മറ്റ് ജാതികളെപ്പോലെ തിന്മയില്ല, അശുദ്ധിയില്ല, അത്യാഗ്രഹമില്ല. അവർ ദൈവത്തിന് വഴിയേ പോകുന്ന ജനമാണ്. അവർ പ്രത്യേക വിഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സാക്ഷ്യമാണ് പ്രവാചകൻ പറയുന്നത്. ബിലെയാം പറയുകയാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ. നാം പലപ്പോഴും മറ്റുള്ളവരോട് താതാത്മ്യം പ്രാപിക്കുന്നവരല്ലേ? മറ്റുള്ളവരുമായി ഇഴുകിച്ചേർന്ന് നാം ഒരുമിച്ച് അവരെ പോലുള്ള തിന്മ പ്രവൃത്തികളിൽ കൂട്ടാളിയാകാൻ മടിക്കാത്തവരല്ലേ?
ചിന്തിച്ചു നോക്കൂ. മദ്യപാനികളോട് കൂട്ടുകൂടുന്നു, വിഗ്രഹാരാധികളോട് നാം കൂട്ടുകൂടുന്നു. ഒന്നോർത്ത് നോക്കൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിശ്വാസികളോട് ഇണയെല്ലാ പിണ കൂടുന്നു, അവിശ്വാസികളുമായി ഇടകലരുന്നു. ഇണയെല്ലാ പിണ കൂടുന്നു എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തത് മനസ്സിലാക്കാൻ വിഷമമുള്ളൊരു വാക്കാണ്. എന്നാൽ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും. ബി നോട്ട് യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസികളുമായി ഒരു നുകത്തിന് കീഴിൽ വെച്ച് പൂട്ടരുത്. ഒരു അവിശ്വാസി ഒരു വശത്തും ഒരു വിശ്വാസി വേറൊരു വശത്തും അങ്ങനെ ഒരു നുകത്തിന് കീഴിൽ ഒരുമിച്ച് അമിക്കരുത്. ബി നോട്ട് യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസികളോട് ഇണയെല്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ബെലിയാമല്ല, ബെലിയാൽ, ദ സൺ ഓഫ് സൈറ്റൻ, പിശാചിൻ്റെ ദൂതന്മാർ, പിശാചിൻ്റെ മക്കൾ. ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. അവിശ്വാസികളോട് നിങ്ങൾ അവിശ്വാസികളോട് ഇണയെല്ലാ പിണ കൂടരുത്. കൊരിന്ത്യർ 6-ാം അധ്യായം 14-ാം വാക്യം മുതൽ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയെല്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ, ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ക്രിസ്തുവിനും ബലിയാൽ, ബലിയാൽ എന്നുള്ളത് ബലിയാമല്ല കേട്ടോ, പ്രത്യേകം ഓർത്തോളണേ. ബലിയാൽ പിശാചിന്റെ മക്കളെന്നാണ്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുമെന്ന് ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. വിട്ടുപോരുവീൻ പുറപ്പെട്ടു പോരുവീൻ. യെശയ്യാ 52. വിട്ടുപോരുവീൻ പുറപ്പെട്ടു പോരുവീൻ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും, നിങ്ങൾക്ക് ഞാൻ പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വേർതിരിഞ്ഞു നിൽക്കുകയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജാതിയായി വേർതിരിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ബിലെയാം പറയുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. തന്നെയുമല്ല, അവരെക്കുറിച്ച് പിന്നെയും ഈ ബിലെയാം പറയുന്നുണ്ട്. അത് 23-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറച്ചുകൂടാ. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവരെ അനുഗ്രഹിക്കാനാണ്. പിന്നെ ഞാൻ എങ്ങനെ ശപിക്കും? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ആര്? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മറിച്ച് മറ്റൊന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല, പറഞ്ഞാൽ പ്രയോജനവുമില്ല. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, അതെനിക്ക് മറിച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണാനില്ല. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചത്? യാക്കോബിൽ തിന്മ കാണാനില്ല. ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. തിന്മയില്ല, അതുകൊണ്ട് കഷ്ടതയുമില്ല. നോ മിസറി ഈസ് ഫൗണ്ട് ദർ. ഒരു മിസറിയോടെ കാണുന്നില്ല, ഒരു യാതനയോടെ കാണുന്നില്ല, ഒരു ദുരിതയോടെ കാണുന്നില്ല. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം പ്രത്യേകം പ്രൊട്ടക്റ്റ് ചെയ്ത്, ദൈവം പ്രത്യേകം ഭദ്രമായി സംരക്ഷണം ചെയ്ത് വളർത്തുന്ന ഒരു ജാതിയാണ്. അതുകൊണ്ട് ഈ യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. 23-ാം അധ്യായം 23-ാം വാക്യം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അവർക്ക് ആഭിചാരമില്ല. പ്രവാചകൻ പറയുകയാണ്, ഞാനൊരു ആഭിചാരകനാണ്, ഞാനൊരു മന്ത്രവാദിയാണ്, എനിക്ക് തെറ്റ് ഏറെയുണ്ട്, പക്ഷേ ഈ കൂട്ടരിൽ തെറ്റ് കാണുന്നില്ല. ഞാൻ കാര്യം പ്രവചനം പറയുകയാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, പക്ഷേ ഈ ജനത്തിൽ പാപം കാണുവാനില്ല. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. അവരെടുക്കൽ മന്ത്രവാദം ചെയ്താലൊന്നും യേശുകയില്ല. കാരണം മന്ത്രവാദം ചെയ്താലും അവരിൽ യേശുകയില്ല. പ്രിയപ്പെട്ടവരെ,
ഈ കൈവശം കഴിച്ചാലും ഒരു ദോഷവും സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? തിന്മ കാണുവാനില്ല, കഷ്ടത ദർശിപ്പാനില്ല. കൈവശം പ്രയോഗിച്ചാലെന്ത്? ആരെങ്കിലും മന്ത്രവാദം പ്രയോഗിച്ചാലെന്ത്? ആരെങ്കിലും കവടി നിരത്തിയാലെന്ത്? നിനക്കെതിരായി ആരെങ്കിലും ദ്രോഹപ്രവർത്തികൾ ചെയ്താലെന്ത്? നിനക്കെതിരെ ക്ഷുദ്രപ്രവർത്തികൾ ചെയ്താലെന്ത്? നിനക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ളതായ ലക്ഷണവിദ്യകൾ പ്രയോഗിച്ചാലെന്ത്? സോർസറി എന്തെല്ലാം ചെയ്താലും, വിസ്ക്രാഫ്റ്റ് ചെയ്താലും ഒന്നും നിന്നെ ബാധിക്കുകയില്ല. എന്തെല്ലാം മന്ത്രവിദ്യകൾ പ്രയോഗിച്ചാലും, പൂജാമന്ത്രങ്ങൾ ചൊല്ലിയാലും, നിനക്കെതിരെ ഭയങ്കരമായ കൊടിയ മന്ത്രവാദികളെ കൊണ്ടുവന്ന് ഭീകരമായ മന്ത്രവാദങ്ങൾ ചെയ്താലും പ്രിയപ്പെട്ടവരെ ഒന്നും നിന്നെ തൊടുകയില്ല. എന്തുകൊണ്ട്? ഏത് സർപ്പക്കാവിൽ പോയി കടന്നാലും നിനക്കൊന്നും തൊടുകയില്ല, പേടിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് പിശാചിൻ്റെ കൂട്ടിൽ പോയി കടന്നാലും നിന്നെ തൊടുകയില്ല. എന്താണ്? ഇസ്രായേലിൽ പാപമില്ല, അവരിൽ പാപം കാണുവാനില്ല, തിന്മ കാണുവാനില്ല. യാക്കോബിൽ തിന്മ കാണുവാനില്ല, തിന്മയില്ല. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ. പലരും ജാതകദോഷത്തെ പേടിക്കുന്നവരുണ്ട്. അയ്യോ കണ്ടകശനിയുടെ അപകാരകാലമാണല്ലോ, അയ്യോ ഏതാണ്ട് കഷ്ടകാലം വരാൻ പോവുകയാണ്, കണ്ടകശനി കൊണ്ടേ പോകൂ, എനിക്ക് രക്ഷയില്ല, ഈ കണ്ടകശനിയുടെ കാലം അത് തീരില്ല, അതിനു മുമ്പ് ഞാൻ ചത്തുപോകും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. വലിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ജാതകം നോക്കി പറയുന്ന ആളുകളുണ്ട്. എനിക്ക് 42-ാമത്തെ വയസ്സിൽ വലിയൊരു കെടുതി വരാനിരിക്കുന്നതായിട്ട് ജാതകത്തിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അവിടെ വേണ്ടി ഞാൻ പോവുകയില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. അയ്യോ കേതുർദശയുടെ അപകാരമാണെന്ന് പറയുന്നുണ്ട്, രാഹുർദശ ആക്രമിക്കാൻ വരുന്നെന്ന് പറയുന്നു ണ്ട്. ആ ദിശയിൽ എരിവിരിക്കൊള്ളുന്ന അനുഭവങ്ങൾ വരുമെന്ന് അതങ്ങനെയാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നും നിങ്ങളെ തൊടുകയില്ല. ജാതക ഫലങ്ങളെ മാറ്റിമറിക്കും ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. മന്ത്രവാദ ദോഷങ്ങളെ മാറ്റിത്തരും ക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കൂ. കൈവശം പ്രയോഗിച്ചാൽ, അയ്യോ കൈവശം പ്രയോഗിച്ചതിന് ശേഷം എൻ്റെ കൊച്ച് എവിടെ നിന്നോ കൈവശം കിട്ടി, അതുകൊണ്ടാണ് അവന് ബുദ്ധിഭ്രമം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് ആരോ കൈവശം കൊടുത്തു, അതുകൊണ്ടാണ് പഠിക്കാൻ മണ്ടനായി പോയത്. പ്രിയപ്പെട്ടവരെ, പഠിക്കാൻ മണ്ടനായി പോയത് അതുകൊണ്ടല്ല, അവൻ ഏതോ പെൺകുട്ടിയുടെ പിറകെ പോയത് കൊണ്ടാണ്, ഏതോ പ്രേമത്തിൽ കുടുങ്ങിയത് കൊണ്ടാണ്, അവന് ഏതോ പെൺകുട്ടിയുടെ ഫോട്ടോ അവൻ്റെ മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ പഠിക്കാൻ ബുദ്ധിയില്ലാതെ പോയത് അവൻ ഇൻ്റർനെറ്റിൽ കടന്ന് അവൻ്റെ സമയം മുഴുവൻ ചീത്ത പടങ്ങൾ കണ്ട് രസിക്കുന്നത് കൊണ്ടാണ്. പഠിക്കാൻ മോശമായത് അവൻ മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമയായി തീർന്നുകൊണ്ടാണ്, മയക്ക് മരുന്ന് കുത്തിവെക്കുന്നത് കൊണ്ടാണ്. ഇതുകൊണ്ടൊക്കെയാണ് അവൻ മണ്ടനായി പോയത്, അവന് വീര്യം കെട്ടുപോയത് അതുകൊണ്ടാണ്, അല്ലാതെ കൈവേഷദോഷം കൊണ്ടല്ല സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. പല ദൈവമക്കളും വചനം കേൾക്കുന്ന പലരും രാഹുകാലത്തെ പേടിക്കുന്നവരുണ്ട്, പലരും ലക്ഷണവിദ്യയെ പേടിക്കുന്നവരുണ്ട്, പലരും ആഭിചാര പ്രയോഗങ്ങളെ പേടിക്കുന്നവരുണ്ട്. വചനം എന്തു പറയുന്നു? ആഭിചാരം യാക്കോവിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് പറഞ്ഞത്? കാരണം ഹി ഹാസ് നോട്ട് സീൻ സിൻ ഇൻ ജേക്കബ്. യാക്കോവിൽ പാപം കാണുന്നില്ല. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. പാപം കാണുന്നില്ല. അങ്ങനെ നിൽക്കാമോ? ഒന്നും പേടിക്കണ്ട, ഒരു ശക്തിയെയും പേടിക്കണ്ട. ആരെല്ലാം നിങ്ങൾക്കെതിരെ ഏതെല്ലാം ആയുധം പ്രയോഗിച്ചാലും ഒന്നും ഫലിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തൻ്റെ പൂണിയിൽ അവൻ നിങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കും. അവൻ്റെ മിനുങ്ങുന്ന അമ്പായി അവൻ്റെ അവനാഴിയിൽ നിങ്ങളെ അവൻ സൂക്ഷിച്ചു വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പൂണിയിൽ, അവൻ്റെ അവനാഴിയിൽ അവൻ ഏറ്റവും നല്ല മൂർച്ചയുള്ള അസ്ത്രമായി മകളെ നിന്നെ അവൻ സൂക്ഷിച്ചു വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് ശത്രുവിനെ എയ്യുവാനുള്ള ഒരു നല്ല മൂർച്ചയുള്ള കൂരമ്പായി അവൻ നിന്നെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം നിന്നിൽ പാപം കാണുന്നില്ല, നിന്നിൽ അകൃത്യം കാണുന്നില്ല. ചിന്തിക്കൂ സഹോദരങ്ങളെ, പാപം ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അകൃത്യമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ? ഏറ്റവും ഹീനമായ വൃത്തികെട്ട പാപങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുടിപാർക്കുന്നുണ്ടോ? ഇന്നും ചില രഹസ്യപാപങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ടല്ലേ ഇരിക്കുന്നത്? ഇന്നും അസൂയയും പകയും വിദ്വേഷവും നിങ്ങളുടെ കൂടപ്പുറപ്പായി നിൽക്കുകയല്ലേ? ഇന്നും നാളുകൾ നിങ്ങൾ ഏറ്റുപറഞ്ഞെങ്കിലും മാറാതെ അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കുടിപാർത്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ഏറ്റുപറഞ്ഞു, ശരിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഏറ്റുപറഞ്ഞു, അല്ല വീണ്ടും ഏറ്റുപറഞ്ഞു, അല്ല പിന്നെയും ഏറ്റുപറഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങൾ പാപം മാറാതിരിക്കുകയല്ലേ? ഇന്നും വ്യാജമില്ലേ? ഇന്നും കാപട്യമില്ലേ? സഹോദരങ്ങളെ, ഇന്നും മദ്യത്തിന് അടിമകളായി കഴിയുന്നവരില്ലേ? ഇന്നും അശുദ്ധമായ ശീലങ്ങൾ വെച്ച് പുലർത്തുന്നവരില്ലേ? തന്നെ അശുദ്ധമാക്കുന്നവരില്ലേ? ഓർത്തു നോക്കൂ. എത്രയോ പ്രാവശ്യം പറഞ്ഞു, പ്രേമക്കുരുക്കൾ പെടല്ല മക്കളെ എന്ന് പറഞ്ഞു. മക്കളെ, നിങ്ങൾ പ്രേമക്കുരുക്കിലേക്ക് പോകല്ലേ, അശുദ്ധിയിൽ വീഴല്ലേ. നിങ്ങളുടെ വിദ്യാഭ്യാസകാലം പ്രേമത്തിന് വേണ്ടിയല്ല, ഇണയെ തേടാനല്ല. വിദ്യാഭ്യാസകാലം പഠിക്കാനാണ്. പഠിത്തത്തിൽ വളർന്ന് ഉയർന്ന സ്ഥാനമാനങ്ങൾ പ്രാപിച്ച് അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ആലോചിക്കാമല്ലോ എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞു. എന്നാൽ ഇന്ന് അനേകം ചെറുപ്പക്കാർ ഇതെല്ലാം കേട്ടിട്ട് പോയിട്ട് പിന്നെയും പ്രേമത്തിനിറയെ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് അല്പം വീറോടുകൂടിയാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഭാവി തലമുറ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അടുത്ത തലമുറ ഭാവിയുടെ ഭാഗ്യവിധാതാക്കളാകേണ്ട അനുഗ്രഹീതമായ ഒരു തലമുറയെ കെട്ടിപ്പടുക്കേണ്ട നാം ഇന്ന് അലസരായിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ ദോഷവഴികളിലേക്ക് പോകുന്നു. എൻ്റെ കുഞ്ഞൊന്നും അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും
വന്നിരിക്കുന്നത്. അനേകരിന്ന് കഞ്ചാവിന് അടിമകളായി തീർന്നിരിക്കുന്നു. കഞ്ചാവ് ഉപയോഗിച്ച് കിറങ്ങിയിരിക്കുന്ന കുട്ടികൾ കോളേജ് ക്ലാസ്സുകളിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഉണ്ട്. ചീത്ത പടങ്ങൾ വെച്ചും കൈമാറി ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചീത്ത പടങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അശുദ്ധമായ ശീലങ്ങൾ ഇന്നും പുലർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാനുള്ളതായ ഒരു ദാഹം നിങ്ങൾക്കുണ്ടോ? അതിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? യാക്കോബിൽ തിന്മ കാണുവാനില്ല. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. ഹി ഹാസ് നോട്ട് സീൻ സിൻ ഇൻ ജേക്കബ്. ദൈവത്തിന് സ്തോത്രം. ഹി വിൽ നോട്ട് ട്രബിൾ ഇസ്രായേൽ. ഇസ്രായേലിനെ ട്രബിൾ ചെയ്യുകയില്ല, ഇസ്രായേലിനെ ഉപദ്രവിക്കില്ല. കാരണം അവർ തിന്മ കാണുവാനില്ല. ആർക്കും ട്രബിൾ ചെയ്യാൻ സാധ്യമല്ല, നിങ്ങളെ ആർക്കും തൊടാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതത്തിൽ വിശുദ്ധി കൈമുതലാണെങ്കിൽ ഒരു പ്രത്യേക കരുത്തുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ജീവിത വിശുദ്ധി കൈമുതലാണെങ്കിൽ, രഹസ്യ ജീവിതം വിശുദ്ധമാണെങ്കിൽ, മറ്റാരും കാണാത്തൊരു ജീവിതമില്ലേ? അകത്തെ മനുഷ്യൻ, ദ ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ. വിശുദ്ധി നിങ്ങളുടെ കൈമുതലാണെങ്കിൽ ഒരു ശക്തിക്ക് നിങ്ങളെടുക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചുപറിപ്പാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിൻ്റെ വചനമാണ്. എൻ്റെ കുഞ്ഞാടുകളെ എൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചുപറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ വിശ്വസിക്കൂ. വിശുദ്ധി കൈമുതലാകട്ടെ, വിശുദ്ധി നിങ്ങളുടെ സ്വത്തായി തീരട്ടെ, ക്രിസ്തു നിങ്ങളുടെ അകത്ത് വാഴട്ടെ, ക്രിസ്തു നിങ്ങളുടെ നാഥനായി ജീവിക്കട്ടെ, ക്രിസ്തു നിങ്ങളുടെ ഭരണകർത്താവായി നിങ്ങൾ ഭരിക്കട്ടെ, ക്രിസ്തു നിങ്ങളിൽ അധീശത്വം പുലർത്തട്ടെ, ക്രിസ്തുവിന് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. അനേകർ പ്രകടമായ ദുർനടപ്പിലേക്കോ വിചാരത്തിലേക്കോ ഒക്കെ പോകുന്നില്ലായിരിക്കാം, അല്ല മദ്യപാനത്തിലേക്ക് പോകുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്നും സ്ഥാനമോഹവും അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയും ഞാനെന്ന ഭാവവും എന്തുമാത്രമാണ് ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ. ഇതൊന്നും പാവമായിട്ട് ആരും ചിന്തിക്കുന്നുമില്ല. ഇഷ്ടക്കുറവും മുഷിച്ചിലും കോപാവേശവും സ്വന്തം ഭാര്യയോടായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിനോടായിരിക്കാം, അല്ലെങ്കിൽ മക്കളോടായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളോടായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകരോടായിരിക്കാം, അല്ല വിദ്യാർത്ഥികളോടായിരിക്കാം, അല്ല ഒരുമിച്ച് ജോലി ചെയ്യുന്നവരോടായിരിക്കാം. കോപാവേശം, കോപിച്ച് വിറഞ്ഞ് അട്ടഹസിക്കുന്ന പ്രകൃതിയുള്ളവരുണ്ട്, ജ്വലിച്ച് ഗർജിക്കുന്ന പ്രകൃതിയുള്ളവരുണ്ട്, കോപം കൊണ്ട് വിറയ്ക്കുന്നവരുണ്ട്, കോപം കൊണ്ട് പല്ല് ഞെറുമ്പുന്നവരുണ്ട്, പല്ലിറമ്മി കോപിക്കുന്നവരുണ്ട്, കോപം കൊണ്ട് കണ്ണ് ചുവന്ന് ചീത്ത വാക്കുകൾ പറയുന്നവരുണ്ട്. ഇതെല്ലാം പാവമാണെന്ന് അറിയുന്നുണ്ടോ? വിശുദ്ധി കൈമുതലാകട്ടെ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. ഹി ഹാസ് നോട്ട് സീൻ സിൻ ഇൻ ജേക്കബ്, ഹി വിൽ നോട്ട് ട്രബിൾ ഇസ്രായേൽ. അത് ലിവിങ് ബൈബിളിലെ ഒരു വേർഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ ആ ബൈബിളിൽ അത് ഇങ്ങനെയാണ്: നോ മിസ്ഫോർച്യൂൺ ഇസ് സീൻ ഇൻ ജേക്കബ്. യാക്കോബിൽ ദൗർഭാഗ്യം കാണാനില്ല, എന്നും അവൻ ഭാഗ്യവാനാണ്. നോ മിസ്ഫോർച്യൂൺ ഈസ് സീൻ ഇൻ ജേക്കബ്. യാക്കോബിൽ ദൗർഭാഗ്യം കാണാനില്ല. പിന്നെന്താണ്? നോ മിസറി ഒബ്സേർഡ് ഇൻ ഇസ്രായേൽ. ഇസ്രായേലിൽ ഒരു യാതനയും ദർശിപ്പാനില്ല. നോ മിസറി ഒബ്സേർഡ് ഇൻ ഇസ്രായേൽ. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, സാറേ എനിക്ക് വേണ്ട എന്നുണ്ടല്ലോ, തിന്മ വേണ്ടെന്നുണ്ടല്ലോ, എനിക്ക് സാധിക്കുന്നില്ലല്ലോ, പിന്നെയും എൻ്റെ ചിന്തയിൽ കാട് കയറി പോവുകയാണല്ലോ, ചിന്തകൾ കാട് കയറി പോകുന്നു. എൻ്റെ ദൈവം, എനിക്ക് എന്താണ് അങ്ങനെ സാധിക്കാത്തത്? ഈ ചിന്തകൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ, അശുദ്ധി എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്നല്ലോ. ഞാൻ വേണ്ട എന്ന് വിചാരിച്ചാലും എൻ്റെ നോട്ടത്തിൽ പാവും, എൻ്റെ ആഗ്രഹത്തിൽ പാവും, എൻ്റെ സ്വപ്നത്തിൽ പാവും. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സ്വപ്നത്തിൽ അശുദ്ധി വരുന്നു, ഞാൻ എന്ത് ചെയ്യും? സ്വപ്നത്തിൽ എനിക്ക് പാവം വരുന്നു, ഞാൻ എന്ത് ചെയ്യും? സ്വപ്നത്തിൽ പേടിപ്പെടുന്ന സ്വപ്നങ്ങൾ കാണുന്നു, ഭീകരമായ സ്വപ്നങ്ങൾ കാണുന്നു, വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്നു, ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ ഉണ്ടാക്കുന്നതല്ലല്ലോ. എൻ്റെ രാത്രി ഉറക്കക്കിടക്കയിൽ അത് എൻ്റെ ഉപബോധ മനസ്സിൽ നിന്ന് പൊന്തി വരുന്നതല്ല, ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിനെയും പരിശുദ്ധാത്മാവ് വന്ന് നിറയും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അത്ഭുതകരമായൊരു കൃപ ലഭിക്കും. വേണമെങ്കിൽ നിങ്ങളുടെ ബോധമനസ്സ് മാറും, ഉപബോധ മനസ്സ് മാറും, നിങ്ങളുടെ അബോധ തലങ്ങൾ മാറും. എല്ലായിടത്തും പരിശുദ്ധാത്മാവ് നിറയും. യേശുക്രിസ്തു നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ ഇതുവരെ അസാധ്യമായത് സാധിച്ചു കിട്ടും. കോപത്തിന് സാഹചര്യം വരും, പക്ഷെ കോപം വരുന്നില്ല, കോപിക്കുന്നില്ല. സാഹചര്യം പഴയതുപോലെ തന്നെ വരും, സംശയമില്ല. അല്ലെങ്കിൽ നീരസവും കയ്പും വരേണ്ട സാഹചര്യങ്ങൾ വരും, പക്ഷേ ഉള്ളിൽ നീരസം തട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും
അങ്ങോട്ട് ആഗ്രഹം വരുന്നില്ല. എന്തുകൊണ്ട്? അശുദ്ധമായ സാഹചര്യങ്ങളൊന്നു വരും. മനുഷ്യ ജീവിതമല്ലേ, ഈ ലോകത്തല്ലേ നാം ജീവിക്കുന്നത്, ഒഴിവൊഴുപ്പുള്ള ലോകത്തല്ലേ ജീവിക്കുന്നത്. ചെളി പുതഞ്ഞു കിടക്കുന്ന മണ്ണിലൂടെയല്ലേ നാം നടക്കുന്നത്. ശരിയാണ്, തെന്നിപ്പോകാം, പക്ഷേ വീഴുകയില്ല. എന്തുകൊണ്ട്? ഒരദൃശ്യകരം വന്ന് നിങ്ങൾ പിടിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരത്ഭുതകരം, സുശക്ത ഭുജങ്ങൾ നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് കരുത്തേയിക്കൊണ്ടിരിക്കും. വിശ്വസിക്കൂ നിങ്ങൾ. കർത്താവേ, അങ്ങനൊരു സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെയൊരു വിശുദ്ധ ജീവിതത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് നീ എനിക്ക് തരണം. കർത്താവേ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ അങ്ങനെ? യേശുക്രിസ്തു നിങ്ങൾക്കത് തരാൻ മനസ്സലിയുള്ളവനാണ്. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിനും അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യം തന്നെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. വിശ്വാസത്തോടെ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവേ, എനിക്കിതുവരെയും അസാധ്യമായിരുന്ന വിശുദ്ധ ജീവിതം സാധ്യമാക്കി തരണമേ. കഷ്ടത ദർശിപ്പാനില്ലാത്ത, മിസറി കാണാനില്ലാത്ത, സിൻ കാണാനില്ലാത്ത, പാപം യേശാത്തതായ ഒരു നല്ല വിശുദ്ധ ജീവിതം നീ എനിക്ക് തരണമേ. എൻ്റെ ചിന്തയിൽ പോലും വിശുദ്ധി എനിക്ക് തരണമേ. എൻ്റെ വികാരങ്ങളിലും വിചാരങ്ങളിലും, എൻ്റെ ആഗ്രഹങ്ങളിലും, എൻ്റെ ആറ്റിറ്റ്യൂഡിലും, എൻ്റെ മനോഭാവത്തിലും, എൻ്റെ പ്രകൃതത്തിലും, എൻ്റെ സ്വഭാവത്തിലും എല്ലാം വിശുദ്ധി നിറച്ചു തരണമേ. യേശുവേ, അതിന് കുരിശിൽ മരിച്ച രക്ഷക, നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. നീ ഇപ്പോൾ കുരിശിൽ നിന്ന് എഴുന്നള്ളി വന്ന് എൻ്റെ ഈ ഹൃദയത്തിൽ നീ താമസിക്കണമേ, നീ വസിക്കണമേ, നീ ഭരിക്കണമേ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദുശ്ശീലങ്ങളൊക്കെ തെറിച്ചു പോകും, നിങ്ങളുടെ ബുദ്ധി തെളിയും. പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്നതിൽ മികവേറിയനായിത്തീരും. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി പരീക്ഷാ ഹാളിൽ നല്ല തികവോടും മികവോടും ജ്വലിക്കുന്ന ബുദ്ധിശക്തിയോടും കൂടെ സന്തോഷത്തോടെ പരീക്ഷ എഴുതിയിട്ട് സന്തോഷത്തോടെ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ ഓരോ രംഗത്തും യേശുക്രിസ്തുവിൻ്റെ കാര്യം നിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കർത്താവിന് സ്തോത്രം. ആരും നിങ്ങളെ ആക്ഷേപിച്ചാൽ നിങ്ങളെ യേശുകയില്ല. ആരിൽ നിങ്ങളെ കളിയാക്കിയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുകയില്ല. അവരോട് പരിഭവം ഉണ്ടാവില്ല, അവരോട് പരാതി ഉണ്ടാവില്ല. എന്നാലും എന്നെ ഇങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞല്ലോ. നോ, നെവർ. അങ്ങനെ ചിന്താഗതി തോന്നുകയില്ല. കാരണം എന്നെ കർത്താവേ, നീ സകലവും അറിയുന്നു, നിനക്കെല്ലാം അറിയാമല്ലോ. ദൈവമേ, നീ അവരെയും സ്നേഹിക്കുന്നു. കർത്താവേ, അവരുടെ തെറ്റിദ്ധാരണ നീ മാറ്റിക്കൊടുക്കണേ. തീർന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതിൻ്റെതായെന്ന് ഇവരറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ ക്രൂശിലെ ആ ത്യാഗവും സ്നേഹവും ക്ഷമയും ദീർഘക്ഷാന്തിയും നമ്മെ പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണമോ ഈ മഹാഭാഗ്യം? നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? വിശുദ്ധ ജീവിതത്തിന് കൊതിയുണ്ടോ? കഷ്ടത കാണാനില്ല, തിന്മ ദർശിപ്പാനുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇതാ വീണ്ടും പറയുന്നു, ആ വിചാരം യാക്കോവിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. അവർ തനിച്ച് പാർക്കുന്ന ജനമാണ്, ജാതികളോട് ഇടകലരാത്തവരാണ്. ഈ ബിലയാം പിന്നെയും പിന്നെയും ജനത്തെ അനുഗ്രഹിക്കുകയാണ്. ബാലാക്ക് മാറി മാറി കൊണ്ടുപോയി പർവ്വതങ്ങളുടെ കൊടുമുടികളുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇസ്രായേലിനെ കാണിച്ചു കൊടുത്തു. ഇവിടെ നിന്ന് നീ നോക്കുമ്പോൾ നിനക്ക് ശപിക്കാൻ തോന്നും, നീയെ ശപിക്കൂ എന്ന് പറഞ്ഞ് ബാലാക്ക് ബിലയാമിന് പിന്നെയും ഒരുപിടി സമ്മാനങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. ബിലയാം പ്രാകാനും ശപിക്കാനുമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. പക്ഷേ അവൻ്റെ നാവിൽ നിന്ന് വരുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. ഒരവസരത്തിൽ ബിലയാം പറഞ്ഞു, മറ്റൊന്നും നോക്കാതെ അവൻ ശക്തിയോടെ പറഞ്ഞു, ഭാവി കാലത്ത് ഈ ജനം നിൻ്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, യാക്കോവിൽ നിന്ന് ഒരുത്തൻ ഭരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് ഇനിയൊരു ദിവസം പറയാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. യാക്കോവിൽ നിന്ന് ഒരുത്തൻ എഴുന്നേൽക്കും, യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. കർത്താവായ യേശുവിൻ്റെ വരവ്, ഇസ്രായേൽ ജാതിയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വരുമെന്നുള്ളതായ ആ മഹത്വമേറിയ പ്രവാചകം പറഞ്ഞ് ഈ പ്രവാചകൻ വിടവാങ്ങുകയാണ്. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഏൽപ്പിക്കുമെങ്കിൽ യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നക്ഷത്രം ഇന്ന് പ്രശോഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ നക്ഷത്രം എൻ്റെ ഹൃദയത്തിൽ ഉദിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. സ്വർഗീയ നക്ഷത്രമേ, നീ എന്നിൽ വന്ന് വാഴണമേ. സ്വർഗീയ നക്ഷത്രമേ, നീ എന്നിൽ വന്ന് ഉദിക്കണമേ. ദൈവത്തിന് സ്തോത്രം. വിദ്വാൻമാർ നക്ഷത്രം കണ്ട് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇതാ യാക്കോവിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുന്നു. ബേത്ലഹേം പുൽക്കൂട്ടിൽ ആ നക്ഷത്രം ഉദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഗലീല നാടുകളിൽ കൂടി ആ നക്ഷത്രം സഞ്ചരിച്ചു. കർത്താവിന് സ്തോത്രം.
സ്തോത്രം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആ നക്ഷത്രം ഗോകുൽത്തായിലെ കുരിശിൽ പിടഞ്ഞു. ആ നക്ഷത്രം അരിമത്തിക്കാരൻ യോസേഫിൻ്റെ കല്ലറയിൽ കിടന്നു. ആ നക്ഷത്രം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ നക്ഷത്രം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭാരങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉള്ള ജീവിതത്തിലേക്ക് ആ നക്ഷത്രം ഇതാ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ആ നക്ഷത്രത്തിന് വേണ്ടി നിങ്ങളുടെ വാതിൽ തുറക്കുവീൻ, ഹൃദയം തുറക്കുവീൻ. സ്വർഗീയ നക്ഷത്രമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. വെള്ളി നക്ഷത്രമേ, എന്നിൽ ഉദിക്കണമേ. സ്വർഗീയ നക്ഷത്രമേ, എന്നിൽ വാഴണമേ. നാഥ, നീ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. ഇന്നു മുതൽ നാഥ, ഞാൻ നിനക്കായി എൻ്റെ ജീവിതം ഒരു പുതിയ ജീവിതമായി ഞാൻ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. കർത്താവിനോട് വാക്ക് പറയുവീൻ, യേശുവിനെ കൈക്കൊള്ളുവീൻ, യേശുവിനെ സ്വീകരിപ്പീൻ, യേശുവിനായി ഉള്ളു തുറക്കുവീൻ, യേശുവിനോട് ചേർന്ന് നടക്കുവീൻ. സ്വർഗീയ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ ഉല്ലസിച്ചുകൊണ്ട് അത്ഭുതകരമായ അനുഭവങ്ങൾ കരഗതമാക്കുവീൻ. സ്വർഗീയ രാജാധിരാജന് രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവീൻ. പുതിയ തീരുമാനങ്ങൾ എടുക്കുവീൻ. പുതിയ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഴമേറിയ തീരുമാനങ്ങളിലേക്കും സമർപ്പണങ്ങളിലേക്കും നിങ്ങൾ വരുവീൻ. യേശുവിൻ്റെ കൃപ നിങ്ങളെ വലയം ചെയ്യട്ടെ. യേശുവിൻ്റെ തിരക്തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരക്തങ്ങളുടെ പാപക്കറകൾ കഴുകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ ചൊരിഞ്ഞ തിരക്തത്താൽ നിങ്ങളുടെ അന്ധകാര ഭാഗങ്ങൾ മാറട്ടെ. വെളിച്ചം പ്രകാശിക്കട്ടെ. ശോഭനമായ പ്രഭാതം ഉദിക്കട്ടെ. സ്വർഗീയ നക്ഷത്രം ഉദിക്കട്ടെ. അനുഗ്രഹം പകരട്ടെ. നിങ്ങളുടെ മേലുള്ള ശാപങ്ങൾ മാറട്ടെ. നിങ്ങളുടെ മേൽ അനുഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറപടിയായി പകരട്ടെ. യേശുവിൻ്റെ കൃപ നിങ്ങളെ ഇന്ന് ആവരണം ചെയ്യട്ടെ. യേശുവിൻ്റെ കൃപയാൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്വർഗീയ പിതാവേ, ഈ മഹത്വമേറിയ സന്ദർഭത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ഈ മക്കളെയെല്ലാം തൊടണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാരത്തിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഹൃദയം നൊന്ത് വിങ്ങിയിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. എൻ്റെ കർത്താവേ, ജീവിതത്തിലെ ക്ലേശങ്ങൾ അനുഭവിച്ച് വാടിയിരിക്കുന്നവർക്ക് കർത്താവേ, സമാധാനവും സന്തോഷവും ശാന്തിയും കൊണ്ട് നല്ല ജീവിതം നൽകണമേ. എല്ലാവരെയും നാഥ നിൻ്റെ സ്വർഗീയ കൃപയിലേക്ക് ആനയിക്കണമേ. അടുത്ത രണ്ടാമത്തെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.